നമസ്കാരം. ഏഷ്യനെറ്റ് ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡ്രീം ഹോമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ മതിയാകാതെ വരുമ്പോഴാണ് നമ്മളൊരു പുതിയ വീടിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നത്, അല്ലേ? ഉള്ള വീടിനെ നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്ത് പുതിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ പഴയ വീടിനെ പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞ് പുതിയൊരു വീട് പണിയുകയോ ചെയ്യുകയാണ് അടുത്ത നടപടി. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ പഴയ വീടിനെ റിനോവേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നല്ലൊരു ഡിസൈനറെ കണ്ടെത്തി നമ്മുടെ ആവശ്യങ്ങൾ അവരെ അറിയിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ ആ വീടിനെ പുതുമയുള്ളതാക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ നല്ലൊരു ഡിസൈനറെ കണ്ടെത്തി തങ്ങളുടെ വീടിനെ എന്നെന്നും പുതുമയുള്ളൊരു വീടാക്കി മാറ്റിയെടുത്ത വീട്ടുകാരുടെയും വീടിന്റെയും കഥയാണ് ഇന്നത്തെ ഡ്രീം ഹോമിൽ. കാണാം ആ ഡ്രീം ഹോം. ഇതാണ് ആ വീട്. ഒരു പഴയ വീടിനെ പുതുമയുള്ള ഡിസൈനാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് ഇവിടെ. ഒരു മോഡേൺ ശൈലിയിലാണ് ഈ കോമ്പൗണ്ട് വാളിന്റെ നിർമ്മാണം. ക്ലാഡിംഗ് സ്റ്റോൺ വർക്കെല്ലാം കൊടുത്ത് ഈ കോമ്പൗണ്ട് വാളിനെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ വലിയ ബാൽക്കണിയാണ് വീടിന്റെ എലിവേഷന്റെ ഹൈലൈറ്റ്. ധാരാളം ക്ലാഡിംഗ് സ്റ്റോൺ വർക്കാണ് എലിവേഷനെ ഒരു മോഡേൺ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സ്ലോ പ്രൂഫും ഗേബിൾ വർക്കുകളും റൂഫിനെ മനോഹരമാക്കുന്നുണ്ട്. ഈ വിക്കറ്റ് ഗേറ്റ് കൂടാതെ കാറുകൾക്കെല്ലാം എൻട്രി ചെയ്യാവുന്ന രീതിയിൽ ഒരു മെയിൻ ഗേറ്റും അവിടെയുണ്ട്. നമുക്കിനി ആ വ്യൂ കണ്ടുവരാം. മുറ്റത്ത് ലാൻഡ്സ്കേപ്പിങ്ങിന് ധാരാളം സ്ഥലം ഒരുക്കിയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ റോക്ക് സ്റ്റോണിന്റെ പേവിംഗ് ടൈൽസ് ആണ് ഇവിടെ മുറ്റത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ റോഡിൽ നിന്ന് കണ്ട പോലെ വലിയ ബാൽക്കണി ഈ സൈഡിലും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈ ഒരു സൈഡിലും ലാൻഡ്സ്കേപ്പിങ്ങിന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ കാലത്തിന്റെ ട്രെൻഡ് അനുസരിച്ചാണ് ഈ വീട് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രകൃതിയെ കൂടുതലായി സ്നേഹിക്കുന്ന വീട്ടുകാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഈ വീട് റിനോവേറ്റ് ചെയ്തെടുത്തത് കൊടകരയിലെ ക്രിയേറ്റീവ് ഇന്റീരിയോയുടെ ചീഫ് ഡിസൈനറായ സോണിയ ലിജേഷ് ആണ്. ഈ വീട് ആദ്യം വന്ന് കാണുമ്പോൾ ഒരു 1650 സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഇരിക്കുന്നൊരു വീടാണ്. പ്ലോട്ടോട് ചേർന്ന് ഒരു വീട് കെട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് ക്ലയൻറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റൈല് അവർക്ക് പിന്നീട് അത് ഇഷ്ടപ്പെടാതെ വരികയും സൗകര്യങ്ങൾ കുറയുകയും ചെയ്തുകൊണ്ട് ഒന്നും കൂടി അത് പുതുക്കി പണിയാം എന്ന ആശയത്തോടു കൂടിയാണ് അവിടെ ഈ ഒരു വീട് കാണാനായിട്ട് ആശയത്തോടു കൂടിയാണ് വരുന്നത്. ഈ വീട് വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് നമുക്കൊരു ഒട്ടും സ്പേസ് ഇല്ല. ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ സ്പേസ് കംപ്ലീറ്റ് നിൽക്കുന്നത്. അപ്പോൾ എലിവേഷൻ നമുക്ക് എൽ ഷേപ്പ് മാനറിൽ പ്ലാൻ ചെയ്യാം എന്നൊരു ആഗ്രഹം ഞാൻ മുന്നോട്ട് വെച്ചു. അവരത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ ഒരു എലിവേഷൻ വന്നിരിക്കുന്നത്. 3400 സ്ക്വയർ ഫീറ്റിൽ മോഡേൺ രീതിയിൽ റിനോവേറ്റ് ചെയ്തെടുത്ത ഈ വീടിന്റെ എലിവേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നമുക്കിനി ആ പഴയ വീടിന്റെ രൂപം ഒന്ന് കണ്ടാലോ. ഇതാണ് ആ പഴയ വീട്. 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു ചെറിയ വീട്. ഒരു 3.5 മീറ്റർ മാത്രമാണ് ഫ്രണ്ടേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൽ ഷേപ്പ് പാറ്റേണിലോട്ട് വന്നത്. അങ്ങനെ കാർ പോർച്ച് ഞങ്ങൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റി. അങ്ങനെ എലിവേഷൻ തന്നെ നമ്മൾ റൂഫിംഗ് കൊടുത്ത് അതിനെ തന്നെ മൂടി പിടിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് രീതിയിലാണ് റൂഫിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിക്ടോറിയൻ ക്ലാസിക്കൽ സ്റ്റൈലൊക്കെ ഒരു മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പക്ക കൊളോണിയൽ സ്റ്റൈൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതൊരു സിമെട്രിക്കൽ ഷേപ്പ് അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അസിമെട്രി ഈ ഒരു എക്സ്റ്റീരിയറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഗസീബോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ
ഈ വീട്ടിൽ ഏറ്റവും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഏതാ ഇടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു സ്പേസ് ആണെന്ന് പറയും. ഏറ്റവും നാച്ചുറൽ വേയിലാണ് ഈ ഒരു സ്പേസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. ഫ്ലോറിങ് എടുക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ തറയോടാണ് പാകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫേർണിച്ചർ സ്റ്റൈലാണെങ്കിലും ചെയ്തിരിക്കുന്നത് തെങ്ങ് വെച്ചിട്ടാണ് ഫേർണിച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോർമൽ ഓടിട്ടിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാമ്പ് ഷെയ്ഡ്സ് ആണെങ്കിലും ബാമ്പു വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രി ചെറിയൊരു ചിരാത് തൂക്കിയിട്ടുണ്ട്. വളരെ നാച്ചുറൽ വേയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയ വീടിനോട് ചേർന്ന് ഒരു കുളവും ഇവിടെയുണ്ട്. വീട് റിനോവേറ്റ് ചെയ്തതിനോടൊപ്പം കുളത്തിനും ഒരു പുതുമ നൽകിയിട്ടുണ്ട്. മഴവെള്ളം സംഭരിക്കാവുന്ന രീതിയിലാണ് ഇതിനെ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ആ കാഴ്ചകളൊന്ന് കണ്ടുവരാം. ഇസാഫ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായ മിസ്റ്റർ പോൾ ജോയുടെയും ഭാര്യ നിഷ പോളിന്റെയും മക്കളായ മെർലിൻ പോളിന്റെയും ആൻജോ പോളിന്റെയും വീടാണിത്. പഴയ കാല വീട്ടിൽ നിന്ന് പുതിയ കാല വീട്ടിലേക്ക് മാറിയതിനെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. 5 കൊല്ലം മുമ്പ് നാട്ടിലേക്ക് വന്നപ്പോൾ തറവനോട് ചേർന്നുള്ള ഒരു 5 സെൻറ്റും വീടും വാങ്ങിച്ച് അവിടെ താമസമാക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വീടിന് മുമ്പിലുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ പോർഷനിലായിരുന്നു ഞങ്ങൾ വീട് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. പിന്നീട് എക്സിസ്റ്റിംഗ് വീട് തന്നെ ഒന്ന് നല്ലപോലെ മോഡിഫൈ ചെയ്ത് ആ മുമ്പിലുള്ള ആ ഒരു വിശാലമായ പരവതാനി പോലെ കിടക്കുന്ന ആ ഒരു സ്ഥലം ഒരു ഗ്രൗണ്ടും പ്ലേ ഗ്രൗണ്ടും പാർട്ടി ഏരിയയുമൊക്കെയായി. അതിനപ്പുറത്ത് ആ കുളവും അതിനോട് ചേർന്ന ഒരു ചെറിയ ഹട്ടും അതായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള ഒരു ആശയം. എക്സിസ്റ്റിംഗ് വീട് മോഡിഫൈ ചെയ്ത് കിട്ടാനുള്ള ഒരു നല്ലൊരു ഡിസൈനറെ അന്വേഷണമായിരുന്നു പിന്നീട്. അങ്ങനെയാണ് പല ഫ്രണ്ട്സും റെഫർ ചെയ്ത് സോണിയ ആർക്കിടെക്റ്റിനെ ഞങ്ങൾ പരിചയപ്പെടുകയും 3-4 സിറ്റിങ്ങിന് ശേഷം ആർക്കിടെക്റ്റും ഞങ്ങളുമായിട്ടുള്ള ഒരു കെമിസ്ട്രി അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ സോണിയനെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിന്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്ലാഡിംഗ് സ്റ്റോൺ വർക്കാണ് ഇവിടെ പില്ലറുകൾക്ക് നൽകിയിരിക്കുന്നത്. അതിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വുഡൻ ബോർഡേഴ്സും നൽകിയിരിക്കുന്നു. ഒരു ഓപ്പൺ രീതിയിൽ എൽ ഷേപ്പിലാണ് ഈ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ സൈഡിൽ വന്നിരിക്കുന്ന ഒരു വരാന്ത കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സൂര്യരശ്മി കറക്റ്റായിട്ട് ആ വാളിൽ വരാതെയും അതോടൊപ്പം തന്നെ ഉള്ളിലോട്ട് വരുന്ന ചൂട് കുറയ്ക്കാനും ഇത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ടോപ്പിൽ വന്നിരിക്കുന്ന റൂഫ് ചെയ്തിരിക്കുന്നത് 2 മിക്സാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗേബിൾ റൂഫും ഹിപ്പ് റൂഫും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ മെത്തേഡാണ് റൂഫിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ടോമ വിൻഡോസും ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ സ്റ്റൈലിലോട്ടാണ് ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്റ്റീരിയറിലോട്ട്. നമ്മൾ സാധാരണ വീടുകളിൽ കാണാറുള്ളതിനേക്കാൾ ഉയരം കൂട്ടിയാണ് ഇവിടെ തറ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സാധാരണ വീട് അപേക്ഷിച്ച് ഈ വീട് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്സ് കൂടുതലാണ്. സാധാരണ വീടുകൾക്ക് 3 സ്റ്റെപ്പാണെങ്കിൽ ഇവിടെ 5 സ്റ്റെപ്പാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലോട്ട് നമ്മൾ ആദ്യം കാണും 2 ലെവലിലാണ് ഈ പ്ലോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഒരേ ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ട് ഫൗണ്ടേഷൻ അല്പം ഉയർത്തിയിട്ടാണ് ഈ പ്ലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിലോട്ടുള്ള ഉയരം ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് ഇവിടുന്ന് ലാൻഡ്സ്കേപ്പിലോട്ടുള്ള വ്യൂ വളരെ നന്നായിട്ട് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറേ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കാർ പോർച്ചാണ്. ഇത് ലെവൽ ഡിഫറൻസ് നന്നായി ഉള്ളത് കൊണ്ട് അപകട സാധ്യത ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് മാറ്റുവാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് കം ഒരു ഷൂറാക്കോട് കൂടിയിട്ടാണ് ഇത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയെ അത്രയേറെ സ്നേഹിക്കുന്ന ഈ വീട്ടുകാരുടെ കുറേയേറെ ക്രിയേറ്റിവിറ്റി ഇതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു മരത്തടിയാണ്. ഇതിനുള്ളിലാണ് ഈ ചെടി നട്ടിരിക്കുന്നത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. വീടിന്റെ മോഡേൺ സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ മെയിൻ ഡോറും വിൻഡോസും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ മെയിൻ ഡോറിലൂടെ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഡ്രോയിങ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ലെങ്തി ഡിസൈൻ. ഈ ഡ്രോയിങ് റൂമിൻ്റെ 2 വശങ്ങളിലുമായിട്ടാണ് ഇവിടെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനെ കുറിച്ച് ഇതിൻ്റെ ഡിസൈനറിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഇൻറ്റീരിയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത്
വളരെ സിമ്പിളായിരിക്കണം എന്നായിരുന്നു ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ്. അതനുസരിച്ചിട്ടാണ് ഇൻറ്റീരിയർ വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു നാച്ചുറൽ എലമെൻറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം സോഫ ഇട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ആൻറ്റീക്ക് ഫേർണിച്ചർ പോലെ നാച്ചുറൽ ഫിനിഷുള്ള ഒരു ഫേർണിച്ചർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വാട്ടർഫോൾ ഏരിയയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അമ്മ ഗ്രേസ് അമ്മ, റിട്ടയർഡ് ടീച്ചറാണ്. അമ്മ ഈ വീടിൻ്റെ ഇങ്ങനെ ആക്കി തീർത്തതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ അമ്മയുടേതാണ്. ഭാര്യ നിഷ, മോള് മെർലിൻ പോൾ ഇപ്പം MBAക്ക് കാറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മോൻ ആൻജോ പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾ 5 കൊല്ലം മുമ്പ് ഈ വീട് വാങ്ങി ഇവിടെ താമസമാകുമ്പോൾ അതൊരു ചെറിയ ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ളൊരു ചെറിയ വീടായിരുന്നു. മുറികളെല്ലാം വളരെ ഇടുങ്ങിയതും ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷനും അത്ര സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് സ്പേഷ്യസും എന്നാൽ സിമ്പിൾ ആൻഡ് എലഗൻറ്റ്. അതായിരുന്നു ആർക്കിടെക്റ്റിന് ഞങ്ങൾ കൊടുത്ത ഞങ്ങളുടെ ആശയം. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഡ്രോയിങ് റൂം ആവശ്യത്തിന് വലുപ്പത്തിൽ തന്നെ വേണം, അത് കുറച്ചധികം ആൾക്കാർ വന്നാൽ ഇരിക്കാൻ സൗകര്യം വേണം എന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ സ്റ്റൈൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്രോയിങ് റൂമിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഡൈനിങ്ങിൻ്റെയും കിച്ചൻ്റെയും മറ്റ് സൗകര്യങ്ങളുടെയും കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു ഓപ്പണിംഗ് ഇവിടുത്തെ കോമൺ വാഷ് ഏരിയയുടെ ഓപ്പണിംഗ് ആണ്. എൻ്റെ പുറകിലുള്ള ഡൈനിങ് ഏരിയയിൽ നിന്നും അവിടേക്കൊരു എൻട്രി ഉണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഇവിടുത്തെ പ്രെയർ സ്പേസ്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു വാളിലായിട്ടാണ് ഈ പ്രെയർ സ്പേസിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എലിവേഷനിൽ കണ്ട വിക്കറ്റ് ഗേറ്റിൽ നിന്ന് വരുന്ന ഡോറിൻ്റെ എൻട്രി ഈ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡിസൈൻ തുടങ്ങുന്നത് ഈ റൂമിൽ നിന്നാണ്. ഇത് ആദ്യം ഇവിടെ വരുമ്പോൾ ഇതായിരുന്നു, ഈ റൂമായിരുന്നു ഡ്രോയിങ് റൂം. അതിനുശേഷം ഈ ഡ്രോയിങ് റൂം ഈ നിൽക്കുന്ന സ്ഥലം സിറ്റ് ഔട്ടായിരുന്നു. ഇത് രണ്ടും ചേർത്തെടുത്തിട്ട് ഒരു ഡൈനിങ് സ്പേസിലോട്ട് ആക്കുകയാണ് ചെയ്തത്. ഈ ഒരു റൂമിൽ നിന്നാണ് അടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ഓപ്പണിങ്ങും റൈറ്റിലോട്ടും ഒക്കെ ഓപ്പണിംഗ് പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ സ്റ്റൈൽ ഇവിടെ നിന്നാണ്, ഈ റൂമിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കണക്ട് ചെയ്തിട്ട് ഒരു മുകളിലോ ഒരു ബീം കൊടുത്താണ് ഈ റൂം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. പഴയ മെറ്റീരിയൽ മാക്സിമം ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇൻറ്റീരിയർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ആണെങ്കിലും പഴയ വിൻഡോസ് നമ്മൾ എടുത്ത് മാറ്റിയിരിക്കുന്ന എല്ലാ വിൻഡോസും നമ്മൾ റീയൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് തെങ്ങ്, ഇതൊക്കെ ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തെങ്ങ് വെച്ചിട്ടാണ്. പഴയ തെങ്ങ് നമ്മൾ റീമോഡൽ ചെയ്ത് അത് റീസൈസ് ചെയ്തെടുത്ത് നമ്മൾ അതനുസരിച്ച് ഒരു ഡിസൈൻ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ വാളിൽ ഇതുപോലുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെയും ഇവിടുത്തെ സീലിംഗിൻ്റെയും ഭംഗിയും എടുത്തു പറയേണ്ടതാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഡൈനിങ് റൂമും ഫാമിലി ലിവിങ്ങും കിച്ചണും ഡിസൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഫാമിലി ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർ എൻ്റർടൈനുള്ള സ്ഥലങ്ങൾ ഇഷ്ടംമാതിരി ഇതിനകത്തുണ്ട്. വീട് പണിയുമ്പോൾ തന്നെ പ്ലാൻസിനെ പറ്റിയിട്ട് ആലോചിച്ച് എല്ലാത്തും പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡൈനിങ് ടേബിൾ തന്നെ ഒരു 80 വർഷം പഴക്കമുള്ള തെങ്ങ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായി ആഗ്രഹിച്ച പോലെ തന്നെ ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് ഏരിയയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് ഏരിയ. പഴയ വീടിൻ്റെ ഡൈനിങ് ഏരിയ ആയിരുന്നു ഇത്. ആ ഡൈനിങ് ഏരിയയാണ് ഫാമിലി ലിവിംഗ് ഏരിയ ആയിട്ട് മാറ്റിയിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള സോഫയും ആൻറ്റിക് ഫർണിച്ചറുകളും TV വ്യൂയിങ് യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ മോഡേൺ കിച്ചൺ കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ മോഡേൺ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാവുന്ന രീതിയിൽ ഒരു മിനി ഡൈനിങ് ടേബിളും ഇവിടെയുണ്ട്. ഈ മോഡേൺ കിച്ചനോട് ചേർന്ന് ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെയുണ്ട്. ഡ്രോയിങ് റൂമിൻ്റെ എൻഡിലായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. ഈ
റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നൊരു കുളത്തിലോട്ടുള്ള വ്യൂവും മറ്റേത് ഒരു ഗസീബോയിലോട്ടുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ ആ രീതിയിലാണ് ആ വിൻഡോസ് പൊസിഷൻ ചെയ്തിരിക്കുന്നതും ഡിസൈൻ ചെയ്തിരിക്കുന്നതും. അതുപോലെ എൻട്രൻസ് ഏരിയയുടെ ഡോറ് ഒരു 60 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് തള്ളിയാണ് വെച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ലെങ്ത് വൈസ് ആയിട്ട് ഒരു വാർഡ്രോബ് പ്ലാൻ ചെയ്യാനായിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട്. അതിന് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ചെറിയൊരു ടേബിൾ സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാളിലാണെങ്കിലും അധികം മെറ്റീരിയൽസ് കുത്തി നിറയ്ക്കേണ്ട ആവശ്യം കൊണ്ട് വളരെ സിമ്പിൾ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സീലിങ്ങിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിലും കളർ മാത്രം ഒന്ന് ചെറിയൊരു ടിഞ്ച് ഒരു വയലറ്റ് ഷെയ്ഡ് കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ റൂഫിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. പാരന്റ്സ് ബെഡ്റൂം ആയിട്ടാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ പാരന്റ്സ് ബെഡ്റൂമിന്റെ കാഴ്ചകൾ കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ പാരന്റ്സ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ഇതാണ് ഇവിടുത്തെ മുകൾ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസിനോട് ചേർന്ന് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡിൻ്റെയും ഗ്ലാസിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ സ്റ്റെയർ കേസിലൂടെ മുകൾ നിലയിലെ കാഴ്ചകളിലേക്ക് പോകാം. സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തപ്പോൾ പഴയത് ഇവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റെയർ കേസ് നമ്മൾ പൊളിച്ചു മാറ്റുകയാണെങ്കിൽ കുറച്ചധികം എക്സ്പെൻസ് അതിൽ ചിലവ് വരും. ഡിസൈനിങ്ങിലും കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ചിലവ് വളരെ കൂടുതലാകും. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെയർ കേസ് അതുപോലെ തന്നെ നിലനിർത്തി. പക്ഷേ ഈ സ്റ്റെയർ കേസിൻ്റെ കുറവ് എന്ന് പറയുന്നത് അത് 90 സെൻറ്റിമീറ്ററാണ്, 3 അടിയേ ഉള്ളൂ ആ സ്റ്റെയർ കേസിൻ്റെ വീതി. അപ്പോൾ വീതി വളരെ ചെറുതാണ്. അതുകൊണ്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ടഫൻ ഗ്ലാസും വുഡുമാണ്. സിമ്പിൾ സ്റ്റൈൽ സ്റ്റെയർ കേസ് ഡിസൈനാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. വെൽ വെൻറ്റിലേറ്റഡ് ആൻഡ് വെൽ ലെറ്റാണ് ആ സ്റ്റെയർ ഏരിയ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്റ്റെയർ ഏരിയ കയറി വരുന്നത് ഒരു ചെറിയൊരു അപ്പർമോസ്റ്റ് ഏരിയ, ഒരു ചെറിയൊരു ബാൽക്കണിയിലോട്ടുള്ള ഓപ്പണിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അപ്പർമോസ്റ്റ് ഏരിയയിലോട്ടാണ് കയറി വരുന്നത്. അപ്പോൾ അതിന് പഴയൊരു റൂഫ് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഗേബിൾ സ്റ്റൈൽ റൂഫിങ്ങിലോട്ട് കൊണ്ടുവന്ന് ഒരു മനോഹരമാക്കിയിട്ടുണ്ട്. ആ ഒരു വ്യൂ ആണ് എക്സ്റ്റീരിയറിൽ കയറി വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. മുകൾ നിലയിലെ 2 ബെഡ്റൂമുകൾ കിഡ്സ് ബെഡ്റൂമുകളായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഈ ബെഡ്റൂം ഇവിടുത്തെ മൂത്ത മകളായ മെർലിൻ്റെ ബെഡ്റൂമാണ്. ഒരുപാട് കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ കൗതുകളൊക്കെ ഒന്ന് കണ്ടുവരാം. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിളും വലിയൊരു വാർഡ്രോബും ഈ മുറിക്ക് നൽകിയിട്ടുണ്ട്. മനോഹരമായ ഈ ഹെഡ് ബോർഡിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സ്റ്റീലിംഗ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഒരു കൗതുകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് മെർലിൻ തന്നെ നമുക്കറിയാം. ഇതാണ് ആ കൗതുകം. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ടെൻ്റ് റൂമിൽ വെക്കണമെന്ന്. എനിക്ക് ഗോൾഡൻ ലൈറ്റ്സും ഫെയറി ലൈറ്റ്സും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ ഇത് ഡിമ്മാക്കി ഇടുമ്പോൾ അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് തരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോളേജ് കഴിഞ്ഞാലും വർക്ക് കഴിഞ്ഞാലും വന്ന് കിടക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ടോട്ടൽ ഡിഫറെൻറ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇതിവിടുത്തെ ഇളയ മകനായ ആൻഡ്രോയുടെ ബെഡ്റൂമാണ്. നമുക്കിനി ഈ ബെഡ്റൂമിന്റെ കാഴ്ചകൾ കാണാം. ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാ ഈ ഒരു ഭിത്തിയിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളിൽ ഒന്നാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്ന തീമിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലോസി ലാമിനേറ്റ്സും ഒരു മാറ്റ് ഫിനിഷ്ഡ് ടെക്സ്ചർ ആയിട്ടുള്ള വുഡൻ ലാമിനേറ്റ്സ് ആണ് ഇവിടെ ഇൻറ്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡ് ഹൈലി ഡെക്കറേറ്റീവ് ആയിട്ടാണ് ഈ ഒരു റൂമിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യം എൻ്റെ റൂമിൻ്റെ ലിവിങ് സ്പേസ് ആണ്. അപ്പുറത്താണ് ബെഡ്റൂം. ഇവിടെ ഞാനും കസിൻസും എല്ലാം കൂടി ഒരുമിച്ച് ഇരിക്കുകയും പിന്നെ എനിക്ക് വായിക്കാനും ബുക്ക് വായിക്കാനും പേപ്പർ വായിക്കാനും അതിനൊരു സ്പേസാണ്. ഇത് കിടന്ന് വായിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ റൂമിന് അടുത്തുള്ളതാണ് ബാൽക്കണി. ബാൽക്കണി ആകുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. നല്ല കാറ്റും മഴയും ഉണ്ടാവാറുണ്ട്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് ബാൽക്കണി. ഇതാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിൽ നിന്ന് കണ്ട ആ വലിയ ബാൽക്കണി. ഇവിടെ നിൽക്കുമ്പോഴാണ് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വിശാലത നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നത്.
ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ കുളമുള്ളത്. എങ്ങനെയുണ്ട് ഈ വീട്? 3400 സ്ക്വയർ ഫീറ്റിൽ മോഡേൺ രീതിയിൽ റിനോവേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ഡ്രീം ഹോമും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഇന്നത്തെ ഡ്രീം ഹോം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ഡ്രീം ഹോമുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.